മുംബൈ സിറ്റിയും അങ്ങനെ ജയത്തോടു കൂടി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് അവരിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിനെ 1-0 എന്ന സ്കോറിൽ മുംബൈ ഫുട്ബോൾ അറീനയിൽ മറികടന്നിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ ആക്ച്വലി കുറച്ചും കൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം ചെന്നൈയിന്റെ പുതിയ സൈനിങ്സും എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ അവർക്ക് ഒരു ഇത്രയും കൂടെ ചാൻസ് നൽകിയിരുന്നു. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബാക്കിംഗ് ഇല്ലാതെ കുറച്ചധികം പുതിയ താരങ്ങളായിട്ട് ഒരു പുതിയ ലുക്കിലാണ് മുംബൈ സിറ്റി ഈ ഒരു മത്സരത്തിന് അണിനിരുന്നത്. അങ്ങനെ ഒരു പുതിയ ലുക്ക് ആയെങ്കിൽ കൂടി അവർ പഴയ ശീലങ്ങളൊന്നും മറന്നിട്ടില്ല എന്നുള്ളൊരു ക്ലിനിക്കൽ പെർഫോമൻസ് ആയിരുന്നു ഇത്. ചെന്നൈയിൻ എഫ് സി കുറച്ച് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ എന്നാലും ആസ് എ ഹോൾ ഒരു ബിഗർ പിക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ സിറ്റി ഈ മത്സരത്തിൽ 3 പോയിന്റ് ഡെഫിനറ്റ് ആയിട്ട് അർഹിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും വൈകാണ്ട് ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ച 3 കാര്യങ്ങളിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ. ആദ്യം എനിക്ക് സംസാരിക്കാനുള്ളത് ഒരുപക്ഷെ ഈ ലീഗിലെ ഏറ്റവും ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ കുറിച്ചാണ്. കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ ISL സീസണിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ആയിട്ട് മുംബൈ ഫുട്ബോൾ അറീനയിൽ കളിച്ചില്ലേ? ആ മത്സരത്തിന്റെ പ്രീവ്യൂ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇപ്പം ആ വീഡിയോ കോപ്പിറൈറ്റ് കാരണം എടുത്ത് കളയേണ്ടി വന്നു. എന്നാലും ആ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപക്ഷെ ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മുംബൈ സിറ്റി പ്ലെയറിനെയാണ്. കാരണം പുള്ളി അത്രയ്ക്ക് മെച്യൂർ അല്ല, യങ് ഏജ് ആണ്, ഒരുപാട് മെച്യൂരിറ്റി ആ ഗെയിമിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടൻഷ്യൽ വീക്ക്നെസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാമെന്ന്. ആ കളി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും പോയില്ല. എന്തായാലും ആ ഒരു പ്ലെയർ ഇന്ന് ISLലെ ഏറ്റവും ഇംപ്രൂവ്ഡ് പ്ലെയേഴ്സിൽ ഒരാളാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിലാണ് ആ ഇംപ്രൂവ്മെന്റ് ജേർണി തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഈ മുംബൈ സിറ്റി ലൈനപ്പിലെ ഏറ്റവും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് ഈ താരം മാറിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് വാൽപൂയനെ കുറിച്ച് തന്നെയാണ്. ആ ഒരു കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ ISLൽ നമ്മൾ കണ്ട ആ പയ്യൻ ഇന്ന് മുംബൈ സിറ്റിയിലെ വൺ ഓഫ് ദ മെയിൻ പ്ലെയേഴ്സ് ആണ്. കാരണം അത്രയും വലിയൊരു ഗ്രോത്ത് ആ പ്ലെയറിന് സംഭവിച്ചു. എനിക്കറിയാം ഇതിന് മുന്നോടിയായിട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ച് കോളപ്പൊക്കെ കിട്ടിയ പ്ലെയറാണ്. എന്നാലും ആ ഒരു ജേർണി ഭയങ്കര സ്പെഷ്യലാണ്. ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒരു അന്നത്തെ മുംബൈ സിറ്റി ടീം എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റാർസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. ആ ടീമിലേക്ക് ഇങ്ങനെ ഒരു പയ്യൻ വരുന്നു റൈറ്റ് ബാക്കിൽ. ആ പയ്യന്റെ ഈ ഒരു വളർച്ച ഇന്ന് മുംബൈ സിറ്റിയിലെ ആ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ വാൽപൂയ തന്നെയായിരുന്നു. അതിലൊരു സംശയവുമില്ല. കാരണം എത്ര ക്രോസുകളാണ് ആ ഫാർ പോസ്റ്റ് വന്ന ബോളുകളൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഡീൽ ചെയ്തു. 1-on-1 സിറ്റുവേഷനുകളിൽ ഇർഫാൻ യാദവ് അതിനെ പൂട്ടി എന്ന് തന്നെ പറയാം. ഈവൻ അത് മാത്രമല്ല, ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിൽ ചാങ്തേക്ക് ഒരുപാട് സപ്പോർട്ടും കൊടുത്തു. ഒരു പ്രോപ്പർ ഫുൾ ബാക്ക് എങ്ങനെ കളിക്കണം ആ രീതിയിലാണ് വാൽപൂയ ഇന്ന് അപ്പ് ആൻഡ് ഡൗൺ ആ ഫ്ലാങ്കിൽ കളിച്ചത്. ഡിഫെൻസിവ്ലി ഒറ്റ മിസ്റ്റേക്ക് പോലും ഇല്ല. ആകെ ഒരു പ്രാവശ്യം മാത്രം ആ സെക്കൻഡ് ഹാഫിൽ അവസാനം ഇർഫാൻ യാദവ് അതൊന്ന് ബീറ്റ് ചെയ്ത് ഒരു ഷോട്ട് അടിച്ച് ഐ തിങ്ക് ലച്ചൻപ സേവ് ചെയ്തെന്ന് തോന്നുന്നു. ആ ഒരു മൊമെന്റിൽ മാത്രമാണ് വാൽപൂയയ്ക്ക് ചെറുതായിട്ടൊന്നൊരു കാൽക്കുലേഷൻ തെറ്റിയത്. പക്ഷേ ആ ഒരു പെർഫോമൻസ് ആസ് എ ഹോള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി റെയർലി പുട്ട് എ ഫുട്ട് റോങ്. ഈ മത്സരത്തിൽ ഉടനീളം ആ ഫ്ലാങ്കിൽ ഒരു വലിയ 1-on-1 ബാറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു വാൽപൂയയും ഇർഫാനും തമ്മിൽ. ഇർഫാനെ നമുക്കറിയാം നല്ലോണം ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാനും അതുപോലെ തന്നെ ഇൻസൈഡിലോട്ടൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കയറാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ഫോർവേഡാണ്. പക്ഷേ വാൽപൂയ കളിയുടെ മെജോറിറ്റി സമയം ഇർഫാനെ ചെന്നൈയിന്റെ ഹാഫിൽ തന്നെ പിടിച്ചു കെട്ടി. കാരണം അത്രയും ഓവർലാപ്പ് ചെയ്ത് അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഫുൾ ബാക്ക്. ഈ ലീഗിൽ ഇപ്പോൾ ഒരുപാട് നല്ല റൈറ്റ് ബാക്കുകൾ ഉണ്ട്. ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ അഭിഷേക് മെയ്ത്തേനെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ നിഖിൽ പൂജാരിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ വാൽപൂയയും ഒരു പൊട്ടൻഷ്യൽ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ മത്സരത്തിൽ ശരിക്കും ആ ഒരു മൊമെന്റിനെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ഇർഫാൻ വാൽപൂയനെ ബീറ്റ് ചെയ്തേ. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾ വേണമെങ്കിൽ ആ ഹൈലൈറ്റ്സോ മത്സരം കണ്ടവർക്ക് എന്തായാലും അറിയാം, ആ ഒരു പെർഫോമൻസ് ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആയിരുന്നു. കാരണം ഡിഫെൻസിവ്ലി ആണെങ്കിലും അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും എല്ലായിടത്തും വാൽപൂയയുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതായിരുന്നു. എക്സലന്റ് റീഡിങ് ഓഫ് ദ ഗെയിം. എങ്ങനെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉടലെടുക്കും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അലേർട്ടായിട്ട് എത്തുക, ആ ഒരു പ്രശ്നത്തിനെ മുളയിലെ നുള്ളുക, അതിൻ്റെ അകത്തൊക്കെ ആ ഒരു റീഡിങ് ഓഫ് ദ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ആ ഒരു മുംബൈ സിറ്റിയുടെ ഡിഫൻസ് ആക്ച്വലി ഒരുമിച്ച് കളിച്ച് വലിയ പരിചയമില്ലാത്തൊരു ഡിഫൻസാണ്. ആകാശ് മിശ്ര ഒരുപാട് ഇഞ്ചുറി കാരണം ഒരുപാട് മത്സരങ്ങൾ മിസ് ചെയ്ത പ്ലെയറാണ്. ന്യൂനോ റൈസ് നമുക്കറിയാം ഈ സീസൺ വന്നതാണ്. സാഹിൽ പൻവർ അങ്ങനെ ഒരു ലെഫ്റ്റ് സെന്റർ ബാക്ക് റോളിൽ കളിച്ചിട്ട് കുറേ നാളായി. ലെഫ്റ്റ് ബാക്കാണ് പൊതുവേ കളിച്ചുകൊണ്ടിരുന്നത്. പണ്ട് അണ്ടർ-19 ടീമിന് വേണ്ടി എനിക്ക് തോന്നുന്നു ഫ്ലോയിഡ് പിന്നോയുടെ കീഴിൽ ലെഫ്റ്റ് സെന്റർ ബാക്ക് കളിച്ചിട്ടുണ്ട് സാഹിൽ പൻവർ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ടിറിയും എല്ലാവരും ഒക്കെ പോയതുകൊണ്ട് അവിടെ ഒരു അവസരം വന്നതുകൊണ്ട് ഈ മത്സരത്തിൽ കളിച്ചു. വലിയ തരക്കേടില്ലാണ്ട് തന്നെ കളിച്ചു. പക്ഷേ ആ ഒരു ബാക്ക് ഫോറിൽ ഏറ്റവും കൂടുതൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു, ശരിക്കും പ്രായം വെച്ചല്ല, പക്ഷേ
മത്സരത്തിന്റെ ഒരു ഇത് വെച്ചും ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് വാൽപൂയ തന്നെയാണ്. ഏറ്റവും സെറ്റിൽഡ് ആയിട്ട് കളിച്ച വാൽപൂയാണ്. ആൻഡ് ഈ മുംബൈ സിറ്റി ടീമിൽ ആക്ച്വലി ഈ സീസണിൽ ഭയങ്കര വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇഫ് യു ആർ എ മുംബൈ സിറ്റി ഫാൻ, ആ ഒരു പെർഫോമൻസ് എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഫോർ മീ എന്തായാലും മാൻ ഓഫ് ദ മാച്ച് വാൽപൂയ. അപ്പൊ പിന്നെ ചിലരെങ്കിലും ഒക്കെ പറയും, എന്തുകൊണ്ട് ബ്രോ ജോണി കൗക്കോയ്ക്ക് മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുന്നില്ല? കാരണം ആ ഗോള് വന്നത് കൗക്കോന്റെ ബൂട്ടിൽ നിന്ന് വന്ന ആ ഒരു ഡെലിവറി എന്നായിരുന്നല്ലേ, നമ്മുടെ പ്രിതം കോട്ടാലിന്റെ ഒരു ഡൈവിംഗ് ഹെഡർ. ആക്ച്വലി വാട്ട് എ ഹെഡർ, ലൈക്ക് ക്ലിനിക്കൽ സാധനം. അത് കണ്ടു നിന്ന പെരഡിയസിന്റെ കിളി തന്നെ പോയി. ദൈവം ഇങ്ങനത്തെ ഒക്കെ ഫിനിഷോ, ഞാൻ പോലും ചെയ്യാത്തൊരു സാധനമാണല്ലോ എൻ്റെ പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന പ്രീതം കോട്ടാലി ചെയ്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫിനിഷ്. എന്തായാലും ജോണി കൗക്കോന്റെ പെർഫോമൻസിന് ഞാൻ കുറച്ച് കാണുന്നതല്ല, കാരണം ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ഫിറ്റ്നസ് കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു, ഫുൾ 90 കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ശരിക്കും ആ മിഡ്ഫീൽഡ് ബാറ്റിൽ ഡോമിനേറ്റ് ചെയ്തു. ചെന്നൈയിന്റെ ലൈനപ്പിൽ ഒബ്വിയസ്ലി ബെമ്മാമർ ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിന് മുമ്പായിട്ട് ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിലാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടി. കാരണം മിഡ്ഫീൽഡിൽ 2 കിടിലൻ പ്ലെയേഴ്സാണ്, ബെമ്മാമറും കൗക്കോയും. ഈ ലീഗിൽ ഒരുപാട് മെമ്മറബിൾ പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്ത 2 മിഡ്ഫീൽഡേഴ്സ്. ആ ബാറ്റിൽ കൗക്കോ ജയിച്ചു എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലാണ് ആ കൗക്കോന്റെ ഇമ്പാക്ട്. മുംബൈ ഗോളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും ആ പെട്ടെന്ന് ആ ബോൾ എടുക്കുക, തിരിയുക, സപ്ലൈ ചെയ്യുക 2 വിങ്ങേഴ്സിനും, ലൈക്ക് ചാങ്തേക്കും ബ്രാൻഡൻ ആണെങ്കിലും 2 സൈഡിലേക്ക് ഓർട്ടീസ് മേക്ക് ചെയ്യുന്ന റണ്ണുകളിലേക്ക് ബോൾ കൊടുക്കുക. ആ ഒരു ടൈമും സ്പേസും കൗക്കോയ്ക്ക് കിട്ടുകയാണെങ്കിൽ അയാൾ നശിപ്പിക്കും ഏത് ടീമിനെയും. അങ്ങനത്തെ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡറാണ്. പിന്നെ ഒബ്വിയസ്ലി ആ ഒരു ഫിസിക്കൽ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ മുട്ടി നിൽക്കാനൊന്നും അങ്ങനെ അധികം പറ്റൂല. ലൈക്ക് ആ ക്വിക്കായിട്ടൊക്കെ ടേൺ ചെയ്യുമ്പോൾ നമ്മളൊക്കെ അടുത്തേക്ക് പോയാൽ നമ്മളെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. ഒരുപാട് നല്ല പാസുകൾ, നല്ലോണം ആ ഒരു ടെമ്പോ സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഫസ്റ്റ് 45 മിനിറ്റ്സിൽ കൗക്കോ നല്ലോണം ഡോമിനേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ വേറെ ഒരു പ്ലെയറും, ചെന്നൈൻ്റെ ഒരു പ്ലെയറും കൗക്കോന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രമിക്കുന്നുണ്ടായിരുന്നു ബോൾ വിൻ ചെയ്യാനും ഒക്കെ, പക്ഷെ പുള്ളി വളരെ ഈസി ആയിട്ട്, വളരെ ലാവിഷായിട്ട് സ്പേസും ടൈമും ഒക്കെ എൻജോയ് ചെയ്ത് വളരെ നിസ്സാരമായിട്ടാണ് അവിടെ കളിച്ചത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ജാഹുവിനെയൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു നല്ല പ്ലെയറിനെ നമ്മൾ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന, അവർ ഒരു നല്ല പ്ലെയർ ആണെന്നുള്ള ഒരു വലിയ സിഗ്നൽ, കുറേ കാര്യങ്ങളുണ്ട്, അതിലൊരു വലിയ സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ബോളിൽ ഒരുപാട് സമയമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് അവർ ബോളിൽ കയറുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഒരു പെട്ടെന്നായിരിക്കുമല്ലോ കളിയുടെ പേസ് എന്ത് തന്നെ ആയാലും ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ബോൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ടൈമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ കളി കാണുമ്പോൾ. ലൈക്ക് അവർ ഭയങ്കര ഈസി ആയിട്ട് നല്ല നൈസായിട്ട് 2 ടേണൊക്കെ ഇട്ട് നല്ലിട്ട് ഇങ്ങോട്ട് ബോളൊക്കെ കൊടുക്കുക, നൈസായിട്ട് വൈഡിലേക്കൊക്കെ സപ്ലൈ ചെയ്യുക, ഭയങ്കര സമയമുള്ള പോലെ. കാരണം ബാക്കി എല്ലാവരും ഒരു പേസിൽ കളിക്കും, ഇവർ ആ ഒരു പേസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെ. മനസ്സിലായില്ലേ? ആ സാധനം ഇന്ന് കാണാൻ കഴിഞ്ഞു കൗക്കോയിൽ. ജാഹുവിൻ്റെയൊക്കെ പീക്കിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒബ്വിയസ്ലി ആ ഒരു ഫിറ്റ്നസ് ഒരു കൺസേൺ ആണ് മുംബൈ സിറ്റിക്ക്. ബിക്കോസ് മുംബൈ സിറ്റിക്ക് നമുക്കറിയാം മിഡ്ഫീൽഡിൽ ജോൺ ടെറാലിനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ മിസ് ചെയ്തു. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യകത അവർക്ക് ഭയങ്കര വലുതായിരുന്നു. എന്തായാലും ആ ഒരു റോളിലേക്ക് കൗക്കോ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ എ ലോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് ഫിറ്റ്നസ്. ആ ഒരു ഫിറ്റ്നസ് ഈ ത്രൂ ഔട്ട് 13 മത്സരങ്ങളേ ഉള്ളൂ. എല്ലാ മത്സരത്തിലും ഒരു മെജോറിറ്റി മിനിറ്റ്സ് കളിക്കാൻ പറ്റണം. അതാണ് ഇപ്പം ഇന്ന് 60 മിനിറ്റ് കളിച്ചുള്ളൂ. ഒബ്വിയസ്ലി ഇമ്പ്രൂവ് ആവും, കുറച്ചുകൂടെ മത്സരങ്ങൾ കിട്ടുമ്പോഴും മിനിറ്റ്സ് കിട്ടുമ്പോഴും ആ ഒരു ഫിറ്റ്നസ് ബാക്ക് ഓൺ ട്രാക്ക് ആവും. പക്ഷെ എന്തായാലും ഇപ്പം ക്രാംസ് പോലെയൊക്കെ വന്നിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു കൺസേൺ എന്തായാലും അവർക്ക് ഉണ്ടാവും. ഇനിയിപ്പം നമുക്കറിയാം വളരെ ഷോർട്ട് ടേൺ അറൗണ്ട് ടൈമാണ്. ഇന്ന് വ്യാഴാഴ്ച, ഞായറാഴ്ച കൊച്ചിയിൽ കളിയുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടാണ്. അപ്പോൾ 2 ദിവസത്തിൻ്റെ സമയമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സ്കെഡ്യൂൾ ഉള്ളപ്പോൾ ആ ഒരു റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ വേറെ അവിടെ ആര് കളിക്കും എന്നുള്ളതാണ്. ആ ഒരു പൊസിഷനിൽ അവിടെ ആര് കളിക്കും? അങ്ങനെ ഒരു റോള് കളിക്കാനുള്ള പ്ലെയർ വേറെ ആരാണെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം കൗക്കോ ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻറ്റ് സൈനിങ് ആണ്, അവർക്ക് വേണ്ടൊരു സൈനിങ് ആയിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് 13 മത്സരവും പറ്റുന്ന അത്രയും മിനിറ്റ് കൗക്കോ കളിക്കണമെന്ന് തന്നെയായിരിക്കും അവരുടെ ആഗ്രഹം. അപ്പം നമ്മളെ അടുത്ത മത്സരമാണ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോർട്ട് ടേൺ അറൗണ്ട് ടൈമിലൊക്കെ ഈ പ്രീ സീസൺ ഒന്നും അങ്ങനെ അധികം ഇല്ലെങ്കിൽ പ്ലെയേഴ്സിന് ഈ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ റിക്കവറി ഒന്നും പ്രോപ്പർ ആയില്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ചെറിയ നോക്കുകൾ വന്നിങ്ങനെ ഫുൾ ഒരു 100% സംഭവത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കൺസേൺ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കൗക്കോ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ത്രൂ ഔട്ട് 13 മത്സരങ്ങളിൽ ഒരു ആവറേജ് 70-75 മിനിറ്റ് കളിക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിക്ക് ഒരു വലിയ ചാൻസ് ഉണ്ട്. ബിക്കോസ് ആ മുമ്പിലുള്ള ഈ പ്ലെയറിന് മുമ്പിൽ കളിക്കുന്ന ആ ഒരു പ്ലെയേഴ്സിനെ ഇപ്പം ഞാൻ എടുത്തു പറഞ്ഞില്ലേ, പെരഡിയാസ്, ഓർട്ടിസ്, ബ്രാൻഡൻ, ചാങ്തെ,
ഈ പ്ലെയേഴ്സിന് ഭയങ്കര വലിയൊരു കാരണം ഇവർക്ക് ബോൾ സപ്ലൈ ചെയ്യാനും ഇവരൊന്നും ചെയ്യണ്ട. കാരണം കൗക്കോ ആ ഒരു സെൻട്രലിൽ ആ പൊസിഷൻ ഫുള്ള് കവർ ചെയ്യും. പുള്ളി ഇങ്ങനെ ഫുൾ ആ പിച്ച് മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നൈസായിട്ട് ബോൾ എടുത്ത് ഇയാൾക്ക് ഫീഡ് ചെയ്ത് അയാൾക്ക് ഫീഡ് ചെയ്ത് അങ്ങനെ കളിച്ച് ഇവരൊക്കെ ഗെയിമിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു പ്ലെയറാണ് യോണി കൗക്കോ. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റിക്ക് ഭയങ്കര ക്രൂഷ്യലാണ് ഈ സൈനിങ് വർക്ക് ചെയ്യണമെന്നുള്ള. ആൻഡ് ഓബിയസ്ലി അയാൾ ഇന്ന് തെളിയിച്ചു അയാളുടെ ക്വാളിറ്റി എന്താണെന്ന്. ഒൺലി തിങ് ഇസ് ഫിറ്റ്നസ്. ആ ഒരു 13 മത്സരങ്ങളിൽ ഒരു ആവറേജ് 75-80 മിനിറ്റ് ഓൺ ആവറേജ് കളിക്കാൻ പറ്റിയാൽ മുംബൈ സിറ്റിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറയുന്നില്ല ലീഗ് ടൈറ്റിൽ അടിക്കും ഫസ്റ്റ് ഫിനിഷ് ചെയ്യുമെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു മത്സരം കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ഏത് ടീമിൻ്റെ മിഡ്ഫീൽഡായിട്ട് മുട്ടി നിൽക്കാനുള്ള ഒരു കെൽപ്പ് ഈ പ്ലെയറിനുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ ഇന്ന് എന്തായാലും കണ്ടു. ആൻഡ് മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. ചെന്നൈയിൻ്റെ സൈനിങ്സ് ശരിക്കും നമ്മളെയൊക്കെ ഞെട്ടിച്ചിരുന്നല്ലേ. നമ്മുടെ ക്ലബ്ബ് ആൾക്കാരെ സൈൻ ചെയ്തപ്പോഴും നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവർക്ക് ബെമാവറിനെ സൈൻ ചെയ്തു, നൊഗ്വേറനെ സൈൻ ചെയ്തു, ഇമ്രാൻഖാനെ സൈൻ ചെയ്തു. ശരിക്കും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അവർ യൂസ് ചെയ്ത പ്ലെയേഴ്സും അവർ അഡോപ്റ്റ് ചെയ്ത അപ്രോച്ചും തമ്മിൽ ഒരു വലിയ മിസ്മാച്ച് ഉണ്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ഇത് എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇനീഗോ മാർട്ടിനാണ് ഒരു നമ്പർ 9 അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചത്. ക്ലിഫോർഡ് മിറാൻഡ എടുത്തൊരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു ഇമ്രാൻ ഖാനോ അല്ലെങ്കിൽ ഒരു ഇർഫാനോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വൈഡായിട്ട് ഫീഡ് ചെയ്തിട്ട് ക്രോസുകൾ, മെയിൻലി ഇർഫാൻ അല്ല ഇമ്രാൻ ഖാനാണ് അവിടെ നിന്ന് ക്രോസുകൾ ഇടുക. പക്ഷേ ഈ ഇനീഗോ മാർട്ടിൻ്റെ പ്രൊഫൈല് അങ്ങനെ ഒരു ഏരിയലി ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഈ പ്ലെയറിന് ഒരുപാട് മത്സരങ്ങളൊന്നും കണ്ടിട്ടോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അയാളുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ നോക്കിയിട്ട് അയാൾ ഫിസിക്കലി വലിയ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഏരിയൽ പ്രൊവസ് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ അയാളുടെ ഇൻ ആൻഡ് അറൗണ്ട് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം ഇങ്ങനെ ബോൾ ഹോൾഡപ്പ് ചെയ്തിട്ടൊക്കെ ഒരു റണ്ണൊക്കെ മേക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു പ്ലെയർ, ഒരു കൂടെ കളിക്കാൻ ഒരു 10 ക്ലോസ് ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ 2 കോമ്പിനേഷൻ 2 1-2 ഒക്കെ അടിച്ച് പോയി സ്പേസ് ഓപ്പൺ ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം പിന്നെ ചെന്നൈ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈവൻ നൊഗ്വേറയും ആ ഒരു ഈ ഇനീഗോ മാർട്ടിൻ്റെ അടുത്ത് ആ ഇൻ ആൻഡ് അറൗണ്ട് ഇനീഗോ മാർട്ടിൻ കളിക്കേണ്ടതിന് പകരം നൊഗ്വേറയും പല സമയങ്ങളിലും ഇങ്ങനെ ആ ഇമ്രാൻ ഖാനുള്ള ആ വിങ്ങിലോട്ട് ഡ്രിഫ്റ്റ് ഔട്ട് ചെയ്താണ് കളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ബോൾ അങ്ങനത്തെ സ്പേസിൽ പിക്കപ്പ് ചെയ്തിട്ട് ചില സമയത്ത് ഇൻസൈഡിലോട്ട് കട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ഇനീഗോ മാർട്ടിനായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയതുപോലെ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഭയങ്കര ലോൺലി ഡെസേർട്ടഡ് ആയിട്ടാണ് ഈ ഇനീഗോ മാർട്ടിൻ കളിച്ചത്. ആരും തന്നെ ഈ പ്ലെയറിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലെയറിൽ ഒരുപാട് അവർ റിലൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു നമ്പർ 9 എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൽ അവരുടെ സീസണിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ സീസൺ നമുക്കറിയാം കോർണർ ഷീൽഡ്സ് ഉണ്ടാക്കിയ എല്ലാ ചാൻസും ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആസ് എ ടീം ചെന്നൈയിന്. അത് അവർ ഒരുപാട് ഹേർട്ടും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അവർക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ പ്ലെയേഴ്സ് ഉണ്ട്, നൊഗ്വേറ ഉണ്ട്, ഇമ്രാൻ ഖാൻ ഉണ്ട്, ടു ആൻ എക്സ്റ്റെൻറ്റ്. ഈ ബെമാമറും ഭയങ്കര ഒരു ഡീപ്പായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ അലോ ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കും ഫ്രണ്ടിലോട്ട് കയറി ലൈൻ ബ്രേക്കിംഗ് പാസ് കളിക്കാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റ് കണ്ടിട്ടുള്ളതാണ് അതൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയേഴ്സിനെ ഇവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പ്ലെയറിനെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ്ലി റോങ് അപ്രോച്ച് എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കുറച്ചും കൂടെ ക്രോസസ് ഒക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ ആ പ്ലെയറിനെ കളിയിലേക്ക് കൊണ്ടുവരായിരുന്നു. അയാളുടെ ഇൻ ആൻഡ് അറൗണ്ടൊക്കെ കളിച്ച് അയാൾക്ക് 3-4 ടച്ച് എടുക്കാനുള്ള സമയമൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് മത്സരമാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റിലാവാൻ ഒരു 2-3 നല്ല ടച്ച് 2-3 1-2 ഒക്കെ കളിക്കുമ്പോൾ പ്ലെയേഴ്സിനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ. നമ്മളൊക്കെ അങ്ങനെയല്ലേ ശരിക്കും. കാരണം നമ്മളൊക്കെ എപ്പോഴെങ്കിലും കളിക്കാനൊക്കെ പോകുന്ന ചുമ്മാ 2-3 ടച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ. വെറുതെ വന്ന് നമ്മൾ ഇന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ, എനിക്കറിയില്ല, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ പ്ലെയറിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. അത് ചെന്നൈയിന് അവർ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് ഇനിഗോ മാർട്ടിൻ അങ്ങനെ ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാളുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് കളിക്കണ്ടേ. അല്ലാണ്ട് എൻ്റയർ ടീം വേറൊരു രീതി കളിച്ച് കഴിഞ്ഞാൽ അയാൾ വെറുതെ അവിടെ ഒരു നോക്കൂത്തിനെ പോലെ നിൽക്കുക എന്നുള്ളേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം അയാളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം അയാളെ കൊണ്ട് നല്ലോണം ചെയ്യിക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു ചീമ ചുക്കോ ഒരു വിൽമാർ ജോർഡനൊക്കെയാണ് കളിക്കണമെങ്കിൽ അറിയാം അവർക്ക് ഏരിയയിൽ കളിക്കാൻ പറ്റും. അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നതിലൊരു അർത്ഥമുണ്ട്. പക്ഷേ ഈ പ്ലെയറിന് ആ ഒരു അപ്രോച്ച് സൂട്ട് ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ന്യൂനോ റേഷനെ പോലെയൊക്കെ ഒരു പ്ലെയർ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയില്ല. അപ്പം എന്തായാലും ചെന്നൈയിനും ക്ലിഫോർഡ് മിറാൻഡയും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഈ പ്ലെയർ ഫയർ ചെയ്യുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇയാളെ മാറ്റി ഇർഫാനെ സെൻറ്റർ ഫോർവേഡ് കളിപ്പിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മേ ബി
സീസൺ മുന്നോട്ട് പോകുമ്പോൾ അവരത് ചെയ്യുകയും ചെയ്യും. കാരണം ഈ പ്ലെയറിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഓപ്ഷനാണ്. ഡെഫിനറ്റ്ലി അവരത് ട്രൈയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ലിഫോർഡ് മിറാൻഡ് ഒരു ഇന്ത്യൻ കോച്ചാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡിനെ അവിടെ പ്രിഫർ ചെയ്യാൻ പുള്ളിക്ക് പ്രത്യേകിച്ച് മടിയൊന്നും കാണില്ല. പക്ഷേ ഈ പ്ലെയർ ഇനീഗോ മാർട്ടിൻ സക്സീഡ് ചെയ്യണമെങ്കിൽ ഓബിയസ്ലി ചെന്നൈയിൻ കുറച്ചും കൂടെ ആ ഒരു അപ്രോച്ച് അദ്ദേഹത്തിന് സൂട്ട് ചെയ്യുന്ന രീതിയിൽ കളിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നൊഗ്വേറനെ പോലത്തെ പ്ലെയേഴ്സ് ഒക്കെ കുറച്ച് ഇൻസൈഡ് ഒക്കെ വന്ന് ഈ പ്ലെയർ ആയിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാതെ ഇനിഗോ മാർട്ടിൻ അങ്ങനെ ഗോളുകൾ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒറ്റയ്ക്ക് ഒരു ബോളൊക്കെ ഹോൾഡപ്പ് ചെയ്ത് അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ച് അങ്ങനത്തെ കുറേ സ്ട്രൈക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ലോൺ മാൻ കളിച്ചിട്ട് എല്ലാ പണിയൊക്കെ എടുക്കാൻ പറ്റിയവന്മാർ. അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും ഒരു ഇൻ ആൻഡ് അറൗണ്ട് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കത്താൻ സാധ്യത ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ തോന്നിയത്. മേ ബി ഹി വിൽ പ്രൂവ് എ സ്ട്രോങ്, നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതാണ് ഗൈസ് ഈ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ നോട്ടീസ് ചെയ്ത 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ സീസണിൽ മുംബൈ സിറ്റി ടോപ്പ് ഹാഫിൽ ഫിനിഷ് ചെയ്യുമോ, ചെന്നൈയിൻ FC അവിടെ ഫിനിഷ് ചെയ്യും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലൂടെ നമുക്ക് അതിലേക്കൊക്കെ എത്താം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ മൈ ബ്രോ. ബൈ ഫോർ നൗ.